കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പ്രകടനം നടത്തിയ ആളുടെ ബൈക്ക് കത്തിച്ചു. വെള്ളൂർ സ്വദേശി പ്രസന്നന്റെ വീടിന് സമീപം നിർത്തിയിട്ട ബൈക്കാണ് രാത്രി തീയിട്ട് നശിപ്പിച്ചത്. വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയായിരുന്നു പ്രകടനം. ഫെലിക്സ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വി കുഞ്ഞികൃഷ്ണനും പാർട്ടിയും തമ്മിലുള്ള ഈ പ്രശ്നത്തെ തുടർന്ന് പലതും അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, അനുകൂലമായി പോസ്റ്റർ ഒട്ടിക്കുക, മുദ്രാവാക്യം വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു അനുകൂലിയുടെ ബൈക്ക് കത്തിച്ചു. മറ്റൊന്ന്, പ്രതിഷേധ പ്രകടനങ്ങളും അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനവുമാണ്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും വീടിന് മുന്നിൽ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് നടക്കുന്നത്? ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഈ കണക്കുകൾ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയായ കണക്കുകൾ എന്താണ് എന്ന് പാർട്ടി വ്യക്തമാക്കിയാൽ തീരുന്നതല്ലേ ഉള്ളൂ. ആമോത്തി, പയ്യന്നൂർ പോലെ CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ഒരു നേതാവ് പാർട്ടിക്കെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ പുറത്താക്കുകയും ചെയ്തു. കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശേഷം പ്രകടനം നടന്നു. ആ പ്രകടനത്തിന് നേതൃത്വം വഹിച്ചയാളുടെ ബൈക്കാണ് ഇന്നലെ രാത്രി അഗ്നിക്ക് ഇരയാക്കിയത്. ഈ ബൈക്ക് നിർത്തിയിട്ട ആ സ്ഥലത്ത് അവിടെ CCTV-കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്താണ് രാത്രി തീ പൂർണ്ണമായും ഈ ബൈക്ക് കത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആരാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ സൂചനകളില്ല. പക്ഷേ പോലീസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി ചില ഫ്ലെക്സ് ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരുന്നു. അതും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗമായി പാർട്ടി അണികൾ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ അക്രമത്തിലേക്ക് പോകുന്നു എന്നതാണ്. അതായത് കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന സന്ദേശം നൽകുക കൂടിയാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഇന്നലെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിക്കുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തു CPM പ്രവർത്തകർ. അതിന് പിന്നാലെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലും സ്വാഭാവികമായി ഇന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഏരിയ കമ്മിറ്റി യോഗത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ നടപടി പാർട്ടിയും റിപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഇന്ന് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കീഴിലുള്ള ലോക്കലുകളിൽ പാർട്ടി ജനറൽ ബോഡി യോഗവും വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ സാഹചര്യവും വിശദീകരിക്കും. ഏതായാലും ഇതൊരു അക്രമ സംഭവത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം.